എന്തായാലും നമ്മൾ സതീശന്റെ വീട്ടിൽ എന്താണ് അവസ്ഥ എന്നുള്ളത് കണ്ടു അല്ലെ? സതീശൻ ശ്യാമപ്രസാദ് തയ്യാറായി നിൽക്കുകയാണ്. ശ്യാം, അല്പസമയം മുമ്പ് നമ്മള് വി ഡി സതീശന്റെ വസതിയിലെ ആഘോഷങ്ങൾ കണ്ടു. പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ അവിടെ എല്ലാവരും വലിയ പ്രതീക്ഷയിലാണ്, ആഘോഷ തിമിർപ്പിനുള്ള തയ്യാറെടുപ്പിലാണ്, മധുര വിതരണം നടത്താനുള്ള ഒരു ഒരുക്കങ്ങളാണ്. ഇതേ സാഹചര്യം, ഇതേ അവസ്ഥ തന്നെയാണോ ചെന്നിത്തലയുടെ വസതിക്ക് മുന്നിൽ? കാരണം ഈ 3 പേരിൽ ആർക്ക് വേണമെങ്കിലും നറുക്ക് വീഴാം. അവിടുത്തെ ഒരു അവസ്ഥ എന്താണ്? സുരേഷ് രാഗി, ഗുഡ് മോർണിംഗ്. എന്തായാലും വി ഡി സതീശൻ്റെ വീട്ടിലെ അത്ര ആഘോഷം ഒന്നും തന്നെ ഇല്ലെങ്കിലും രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ പതിവ് പോലെ തന്നെ വളരെ പ്രവർത്തകരുടെ ഒന്നും തന്നെ നിര തന്നെ ഇങ്ങോട്ടേക്കില്ല. പക്ഷേ എന്നാൽ രാവിലെ മുതൽ തന്നെ മാധ്യമപ്രവർത്തകരെല്ലാം തന്നെ സജീവമായി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും പാർലമെൻറ്റ് പാർട്ടി യോഗത്തിൽ തന്നെ ഈ സസ്പെൻസ് പൊളിക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പാർലമെൻറ്റ് പാർട്ടി യോഗത്തിലായിരിക്കും സസ്പെൻസ് പ്രധാനമായും പൊളിയുകയും ചെയ്യുക. രാവിലെ 10 മണിയോടുകൂടിയായിരുന്നു ഇന്നലെ പാർലമെൻ്ററി പാർട്ടി യോഗം ചേരാനിരുന്നത്. എന്നാൽ MLA-മാരുടെ അസൗകര്യം കൂടി കണക്കിലെടുത്ത്, അതായത് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാനുള്ള ഒരു യാത്രാ സൗകര്യമെല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയായിരുന്നു പ്രധാനമായും ഇത്തരത്തിൽ ഈ ഒരു ക്രമീകരണം ഏർപ്പെടുത്തി ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി തന്നെ പാർലമെൻ്ററി പാർട്ടി യോഗം സമയക്രമം നിശ്ചയിക്കുകയും ചെയ്തു. എന്തായാലും 1 മണിയോടുകൂടി തന്നെ ഇന്ദിരാഭവനിൽ, KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ യോഗം ചേരുകയും ചെയ്യും. യോഗം ചേരുമ്പോഴേക്കും പ്രധാനമായും പ്രമേയം അവതരിപ്പിക്കും. പ്രമേയം അവതരിപ്പിച്ച ശേഷം ഇതിനെ പിന്താങ്ങുന്ന അടക്കമുള്ള പ്രമുഖ നേതാക്കളുടെ പിന്താങ്ങുന്ന അടക്കമുള്ള കാര്യക്രമങ്ങളിലേക്ക് നടക്കും. ഇതിന് ശേഷമായിരിക്കും ഹൈക്കമാൻഡിലേക്ക് വീണ്ടും ഈ നിർദ്ദേശം പോവുകയും അവിടുന്ന് വാർത്താക്കുറിപ്പായി ഹൈക്കമാൻഡിൽ നിന്നായിരിക്കും ഇത്തരത്തിലൊരു ഔദ്യോഗികമായൊരു വിശദീകരണം സംസ്ഥാനത്തേക്ക് എത്തിച്ചേരുക. എന്തായാലും ദീപദാസ് മുൻഷി അടക്കമുള്ളവർ ഈ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എല്ലാം തന്നെ ഈ യോഗത്തിൽ വയ്ക്കുകയും ചെയ്യും. ഇതിൻ്റെ കാര്യക്രമങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ പ്രധാനമായും BD ആണെങ്കിൽ രമേശ് ചെന്നിത്തലയായിരിക്കും ഈ പേര് നിർദ്ദേശിക്കുകയും ചെയ്യുക. മറിച്ചാണെങ്കിൽ രമേശ് ചെന്നിത്തലയാണെങ്കിൽ VD സതീശനായിരിക്കും ഈ പേരിൽ പിന്താങ്ങുകയും ചെയ്യുക. അങ്ങനെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോവുകയും ചെയ്യും. KC ആണെങ്കിൽ ഇവരിൽ ആരെങ്കിലും ഒരാളായിരിക്കും ഇക്കാര്യത്തിലേക്ക് പേര് പിന്താങ്ങുന്ന അടക്കമുള്ള കാര്യക്രമങ്ങളിലേക്ക് നടക്കുകയും ചെയ്യുക. എന്തായാലും ഇന്ന് 1 മണിയോടുകൂടി തന്നെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിന് മുമ്പോ അല്ലെങ്കിൽ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ വെച്ച് തന്നെ ഈ സസ്പെൻസ് പൊളിക്കാൻ തന്നെയാണ് ഇപ്പോഴത്തെ നീക്കം. എന്തായാലും ഇന്ന് തന്നെ അന്തിമ പ്രഖ്യാപനമുണ്ടാകും. ഇന്ന് എന്തായാലും രമേശ് ചെന്നിത്തലയുടെ വീടിന് മുന്നിലാണുള്ളത്. ഇവിടെ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. രാവിലെ തന്നെ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഇന്നലെ അതായത് ശ്യാമേ, ഈ VD-യുടെ വസതിക്ക് മുന്നിലുള്ള ഒരു ആഘോഷത്തിനുള്ള തയ്യാറെടുപ്പ് ഏതായാലും ചെന്നിത്തലയുടെ വസതിക്ക് മുന്നിലില്ല. കാരണം ചെന്നിത്തല ഒരു പ്രതീക്ഷ അറ്റ ഒരവസ്ഥയിലാണ് ചെന്നിത്തലയും അനുയായികളും, അല്ലേ? അതാണ് അവിടുത്തെ ചിത്രം. നമുക്ക് ആ കാഴ്ച നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. അതെ, ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷം. സുരേഷ്, അങ്ങനെ പ്രതീക്ഷ എന്നല്ല, 3 ക്യാമ്പുകളും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ആത്മവിശ്വാസം കൈവിടുന്നില്ല. പ്രധാനമായും രാവിലെ ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ പ്രവർത്തകരെല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. വൈകിട്ടേറെ വൈകിയാണ് ഇവിടുന്ന് പ്രവർത്തകരെല്ലാം തന്നെ രമേശ് ചെന്നിത്തലയുടെ വസതിയിൽ നിന്ന് പിരിഞ്ഞു പോയത്. എന്തായാലും രാവിലെയോടുകൂടി തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് ഓടൊപ്പമുള്ള നേതാക്കളെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും. അവരോടൊപ്പം തന്നെയായിരിക്കും KPCC ആസ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തല പോവുക. എന്തായാലും രാവിലെയോടുകൂടി തന്നെ എന്തായാലും അദ്ദേഹം പുറത്തേക്ക് വരുമെന്നാൽ മാധ്യമങ്ങളെ അടക്കം കാണാൻ സാധ്യതയില്ല. പ്രധാനമായും പാർലമെൻ്ററി പാർട്ടി യോഗത്തിന് ശേഷമായിരിക്കും മാധ്യമങ്ങളെ അടക്കം കാണുക. എന്തായാലും രമേശ് ചെന്നിത്തല ക്യാമ്പും ഇപ്പോൾ ആത്മവിശ്വാസം ഒട്ടും വിട്ടുകളയാതെ തന്നെ നിലനിൽക്കുകയാണ്. ഏതായാലും രാഖി, ശ്യാം പറഞ്ഞ പോലെ തന്നെ അവിടെ മൂടിക്കെട്ടിയ അവസ്ഥയല്ല രാഖി പറഞ്ഞതുപോലെ. കാരണം ഏത് സമയത്തും രാത്രി വരെ അവിടെ വലിയ ആഘോഷമായിരുന്നു. ഇനി കുറച്ച് സമയം കഴിയുമ്പോൾ അവിടെ അനുയായികളൊക്കെ വരും. ഏതായാലും VD സതീശൻ അവിടെ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഉറപ്പിച്ച മട്ടിലാണ് പുള്ളിയുടെ ഒരു ശരീരഭാഷ കാണുമ്പോൾ. പ്രതികരിച്ചില്ല എങ്കിലും ആ ഒരു സന്തോഷമൊക്കെ കാണുമ്പോൾ വലിയ പ്രതീക്ഷ എന്നതിനപ്പുറം ഒരു ഉറപ്പ് ലഭിച്ചതുപോലെയുള്ള ആത്മവിശ്വാസം VD സതീശന്റെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഏത് രീതിയിലേക്ക് കാര്യങ്ങൾ ഞാൻ ആലോചിക്കുകയായിരുന്നു. ഇപ്പൊ നമ്മൾ ചെന്നിത്തലയുടെ വസതിയിലെ സ്ഥിതിയൊക്കെ പരിശോധിച്ചു. ഇനി അഥവാ സതീശ നല്ല മുഖ്യമന്ത്രിയെങ്കിൽ ആലോചിക്കാൻ വയ്യ കേട്ടോ. ഈ അനുകൂലികളുണ്ടല്ലോ, ഈ ഭാഷയിലൊന്നും ആയിരിക്കില്ല പിന്നീട് സംസാരിക്കുക. കാരണം അവരിപ്പോഴേ പറയുന്നുണ്ട് UDF ഇത്രയും വലിയ ഒരു ഭൂരിപക്ഷത്തിൽ ജയിച്ചതൊക്കെ ആരാണ് അതിന് കാരണം, ഞങ്ങളുടെ സതീശനാണ് എന്നൊക്കെ അവർ പറഞ്ഞു വെക്കുന്നുണ്ട്.